നമുക്ക് ആദ്യം ഈ അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര ചിത്രത്തിലേക്ക് പോകാം. ആകെ 49 മണ്ഡലങ്ങളാണ് അഞ്ചാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. ആ 49 മണ്ഡലങ്ങൾ 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി പരന്നു കിടക്കുകയാണ്. 695 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഓരോ സംസ്ഥാനത്തും എത്ര മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു, എത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു, പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, എതിരാളികളൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഏതായാലും അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുന്നു. രാജ്യം അഞ്ചാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത് 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 മണ്ഡലങ്ങളാണ്. അതിൽ തന്നെ 695 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബീഹാറിൽ 5 മണ്ഡലങ്ങളാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. 80 സ്ഥാനാർത്ഥികൾ ഈ 5 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായി എത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ സഖ്യത്തിന് ഏറ്റവും പ്രതീക്ഷയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് ബീഹാർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിതീഷ് കുമാറിനെ അടർത്തിയെടുത്ത് BJP മഹാസഖ്യ സർക്കാരിനെ മറിച്ചിടുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ന് അവിടെ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നാണ് പല ഘട്ടങ്ങളിലും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന വാർത്തകളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. തേജസ്വി യാദവ് എന്ന യുവ നേതാവിൻ്റെ കരുത്തിൽ അവിടെ മഹാസഖ്യം നേട്ടമുണ്ടാക്കുന്നു, ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ബീഹാറിലെ ഈ 5 മണ്ഡലങ്ങൾ ഏറെ ആവേശകരമായ പോരാട്ടം നടക്കുന്ന ഇടം കൂടിയാണ്. ഇനി നമുക്ക് പോകേണ്ടത് ജമ്മു കശ്മീരിലേക്കാണ്. ജമ്മു കശ്മീരിൽ ഒറ്റ മണ്ഡലം, അതായത് ബരാമുള്ള, ആ ബരാമുള്ളയിൽ 22 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊന്ന് ഒമർ അബ്ദുള്ളയാണ്. നമുക്കറിയാം ജമ്മു കാശ്മീരിൻ്റെ ഒരു സമകാലിക ചരിത്രവും രാഷ്ട്രീയവും ഒക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമായ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് ആദ്യമായി പോളിംഗ് ബൂത്തിലേക്കൊക്കെ പോകുന്നു. അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാണ്. 22 സ്ഥാനാർത്ഥികളാണ് ബാരാമുള്ളയിൽ മത്സര രംഗത്തുള്ളത്. ഒമർ അബ്ദുള്ളയാണ് ഏറ്റവും നിർണായകമായ സ്ഥാനാർത്ഥി എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ ലഡാക്കിൽ 3 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ബാരാമുള്ളയും ലഡാക്കുമാണ് നാളെ കശ്മീർ മേഖലയിൽ നിന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ഏറ്റവും നിർണായകമായ പോരാട്ടം നടക്കുന്നത്, അല്ലെങ്കിൽ ആവേശകരമായ പോരാട്ടം നടക്കുന്ന ഇടമായി കാണാം. പക്ഷേ തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനമൊക്കെ വളരെ കുറവായിരുന്നു ശ്രീനഗറിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അതും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഈ ഘട്ടത്തിൽ. ഏതായാലും ഇനി നമുക്ക് അറിയേണ്ടത് ജാർഖണ്ഡിലേക്കാണ്. ജാർഖണ്ഡിൽ 3 മണ്ഡലങ്ങൾ, 54 സ്ഥാനാർത്ഥികളാണ് ഈ 3 മണ്ഡലങ്ങളിൽ ജനവിധി തേടുന്നത്. ഇന്ത്യ സഖ്യത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഇടം കൂടിയാണ് ജാർഖണ്ഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ പ്രതീക്ഷയുണ്ട് ഇന്ത്യ സഖ്യത്തിന്. 54 സ്ഥാനാർത്ഥികൾ 3 മണ്ഡലത്തിലായി മത്സരരംഗത്ത് വരുന്നു. മഹാരാഷ്ട്രയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം. മഹാരാഷ്ട്രയിൽ 13 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നമുക്കറിയാം UP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം. 48 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് മഹാരാഷ്ട്രയിൽ. അവിടെ 13ഇടത്തേക്ക് നാളെ വോട്ടെടുപ്പ് നടക്കുന്നു. 264 സ്ഥാനാർത്ഥികൾ. ഇത്തവണ മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവിടെ ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ തവണ ശിവസേനയും BJPയും ഒരുമിച്ച് NDA സഖ്യമായിട്ടായിരുന്നു മത്സരം. പിന്നീടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അവിടെ ശിവസേനയെ പിളർത്തുന്നു ഉദ്ധവ് പക്ഷവും, മറുവശത്ത് ഷിൻഡെ പക്ഷവും വരുന്നു. ഉദ്ധവ് പക്ഷം ഇപ്പോൾ അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ കൂടെയാണ്. ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, യഥാർത്ഥ ശിവസേന ആരെന്ന് ജനങ്ങൾ ഇത്തവണ പറഞ്ഞു കൊടുക്കും NDAക്ക് എന്നാണ് ഉദ്ധവ് താക്കറെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപായി പറഞ്ഞു വച്ചിരിക്കുന്നത്. 13 മണ്ഡലങ്ങളിലായി 264 സ്ഥാനാർത്ഥികൾ. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി അരവിന്ദ് സാവന്താണ്. ശിവസേന പക്ഷത്തിന്റെ നേതാക്കളിൽ ഒരാളായ അരവിന്ദ് സാവന്താണ് ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ഒരാൾ. മറുവശത്ത് NDA സംബന്ധിച്ചാണെങ്കിൽ അവിടെ പീയൂഷ് ഗോയലാണ് അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി. മറ്റൊന്ന് ഒഡീഷയിൽ 5 മണ്ഡലങ്ങൾ, 40 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തേക്ക് വരുന്നു. ഒഡീഷയെ സംബന്ധിച്ച് അവിടെ ബിജു ജനതാദളും BJPയും തമ്മിലാണ് പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്നത്. നിർണായക ഘട്ടങ്ങളിലൊക്കെ ബിജു ജനതാദൾ രാജ്യസഭയിലടക്കം BJPയെ സഹായിക്കുന്നത് നമ്മൾ പല ബില്ലുകളുടെ അവതരണ വേളയിലും കണ്ടതാണ്. പക്ഷേ ആ സൗഹൃദമൊക്കെ നഷ്ടമാകുന്ന കാഴ്ചയാണ് ഇത്തവണ ഒഡീഷയിൽ കാണാൻ കഴിയുന്നത്. ഒഡീഷയിൽ ബിജു ജനതാദൾ വീണ്ടും ആധിപത്യം നിലനിർത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ BJP ചിലയിടങ്ങളിലൊക്കെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത്തവണയും അവിടെ ആധിപത്യം നിലനിർത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയാണ് അവരെ സംബന്ധിച്ച് ഉള്ളത്. നിർണായക പോരാട്ടം നടക്കുന്ന മറ്റൊരു മണ്ഡലം, അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ 14 മണ്ഡലങ്ങൾ. ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ രാഹുൽ ഗാന്ധിയുണ്ട്. ഒപ്പം തന്നെ സ്മൃതി ഇറാനി അടക്കമുള്ളവർ മത്സരരംഗത്തുണ്ട്. രാജ്നാഥ് സിംഗ് ഉണ്ട്. അങ്ങനെ ഏറെ നിർണായകമായ പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു ഭൂമി കൂടിയാണ് ഈ ഉത്തർപ്രദേശിലെ ഇത്തവണത്തെ 5ാം ഘട്ടമെന്ന് പറയുന്നത്. 14 മണ്ഡലങ്ങളിലായി 144 സ്ഥാനാർത്ഥികൾ. റായ്ബറേലിയിൽ ആദ്യമായി രാഹുൽ ഗാന്ധി മത്സരത്തിനിറങ്ങുന്നു എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ അമേഠിയിൽ
ഇത്തവണ സ്മൃതി മണ്ഡലം നിലനിർത്തുമോ എന്നതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിക്ക് എതിരാളിയായി വന്നിരിക്കുന്നത് ദിനേശ് പ്രതാപ് സിംഗ് ആണ്. ഈ ദിനേശ് പ്രതാപ് സിംഗ് കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. പക്ഷേ പിന്നീട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തുന്നു. അവിടെ യോഗി മന്ത്രിസഭയിൽ സംസ്ഥാന മന്ത്രി വരെയാകുന്നു. പിന്നീട് ഇത്തവണ റായ്ബറേലിയിൽ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഏതായാലും ആവേശകരമായ അത്തരം പോരാട്ടം നടക്കുന്ന ഒരിടം കൂടിയാണ്. ഒപ്പം ലക്നൌവിൽ രാജ്നാഥ് സിംഗും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. 14 മണ്ഡലങ്ങളാണ് 5ാം ഘട്ടത്തിൽ ഉത്തർപ്രദേശിൽ ജനവിധി എഴുതുന്നത്. ഒപ്പം ഇന്ന് നടന്ന ഒരു മഹാറാലി ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിന്റെ. ഏകദേശം 4 ലക്ഷത്തോളം ജനങ്ങളാണ് ആ മഹാറാലിയിൽ പങ്കെടുത്തത് എന്നാണ് ഇന്ത്യ സഖ്യം പറയുന്നത്. അതൊക്കെ വലിയ ആത്മവിശ്വാസം അവരെ സംബന്ധിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിൽ 7 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 88 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. അവിടെ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ, CPIM-നെ സംബന്ധിച്ച് ഏറെ നിർണായകമായ സംസ്ഥാനം കൂടിയാണ്. നമുക്കറിയാം, പശ്ചിമ ബംഗാളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ CPIM-ന്റെ തിരിച്ചുവരവിനെ കുറിച്ച് തന്നെയാണ് ഓരോ തവണയും നമ്മൾ സംസാരിക്കാറുള്ളത്. ഇത്തവണ വലിയ ആത്മവിശ്വാസം അവിടെ ഇടത് സഖ്യത്തിനുണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നു അവിടെ ഇടതുമുന്നണി. ദീപ്ഷിത ധർ അടക്കമുള്ള യുവ സ്ഥാനാർത്ഥികൾ ഈ 7ാം ഘട്ടത്തിൽ ശ്രീറാംപൂരിലടക്കം മത്സര രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആവേശത്തോടെ അവിടെ ഇടതുപക്ഷം മത്സര രംഗത്ത് സജീവമായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ഇത്തവണ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇനി നമുക്ക് ഓരോ സംസ്ഥാനങ്ങളെക്കുറിച്ചും വിശദമായി കണ്ട് പരിചയപ്പെട്ടു പോകാം. ആദ്യം ഉത്തർപ്രദേശിലേക്ക് തന്നെ പോകാം. 5ാം ഘട്ടത്തിൽ ഉത്തർപ്രദേശിൽ 14 മണ്ഡലങ്ങളാണ് ജനവിധി എഴുതുന്നത്. ആ 14 മണ്ഡലങ്ങളിൽ 13 കഴിഞ്ഞ തവണ നേടിയത് BJP ആയിരുന്നു. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നതാണ് വസ്തുത. BJP അവിടെ വലിയ തോതിൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു മൃഗീയ ആധിപത്യം ഇത്തവണ BJPക്ക് കിട്ടില്ല എന്ന ഒരു വസ്തുത നിലനിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇന്ത്യ മുന്നണി അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ അവിടെ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു. ഒരു സീറ്റുകൾ പിടിച്ചുകൊണ്ട് ഇത്തവണ ഒരു തിരിച്ചുവരവിന് സാധ്യതയുണ്ട് എന്നൊക്കെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ UP-യിൽ നിന്നടക്കം പങ്കുവയ്ക്കുന്നത്. പ്രധാനമായും കർഷക രോഷമടക്കമുള്ള വിഷയങ്ങൾ BJPയെ വലിയ തോതിൽ പ്രതിരോധത്തിൽ ആക്കുന്നുണ്ട് അവിടെ എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഏതായാലും ഈ 14-ൽ 13 കഴിഞ്ഞ തവണ BJP ആയിരുന്നു നേടിയത്. പക്ഷേ ഇത്തവണ അതിൽ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മറ്റൊന്ന്, ഉത്തർപ്രദേശിനെ കുറിച്ച് പറയുമ്പോൾ റായ്ബറേലിയെ കുറിച്ച് നമുക്ക് പറയണം. രാഹുൽ ഗാന്ധി ആദ്യമായി റായ്ബറേലിയിലേക്ക് മത്സരിക്കാൻ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റായ്ബറേലിയിലേക്ക് മത്സരിക്കാൻ എത്തുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ നെഹ്റു കുടുംബത്തിന്റെ കോട്ടയായിരുന്നു റായ്ബറേലിയും അമേഠിയും ഒക്കെ. അതിൽ അമേഠി അവരുടെ കൈവിട്ടു പോയിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് റായ്ബറേലി മാത്രമാണ്. SP-യുടെ അടക്കം വലിയ പിന്തുണയുള്ളത് കൊണ്ട് ഇത്തവണ ജയിച്ചു കയറാം എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും ഒക്കെ പ്രതീക്ഷ. പഴയ കോൺഗ്രസ് നേതാവായിരുന്ന പിന്നീട് BJP-യിലേക്ക് പോയ ദിനേശ് പ്രതാപ് സിംഗ് അവിടെ രാഹുൽ ഗാന്ധിക്ക് എതിരാളിയായി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ രാഹുൽ അവിടെ ഒരു മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന ഒരു നിരീക്ഷണം തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായും UP-യിൽ നിന്ന് നമുക്ക് പറഞ്ഞു കേൾക്കാൻ കഴിയുന്നത്. അമേഠിയിലേക്ക് വരികയാണെങ്കിൽ അമേഠിയിൽ സ്മൃതി ഇറാനി വീണ്ടും ഇറങ്ങുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനു മുൻപ് നമുക്ക് ലക്നൌവിൽ രാജ്നാഥ് സിംഗ് ഉണ്ട്. രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയാണ്. BJPയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ, അവരുടെ മുഖങ്ങളിൽ ഒരാൾ. അതുതന്നെ BJPയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് ലക്നൗ എന്ന് പറയുന്നത്. അവിടെ രാജ്നാഥ് സിംഗ് പോരാട്ടത്തിന് ഇറങ്ങുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്കിങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ UP-യിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇനി അമേഠി അടക്കമുള്ള മണ്ഡലങ്ങളെക്കുറിച്ചൊക്കെ പറയേണ്ടതുണ്ട്. ഏതായാലും അമേഠിയിൽ ഇത്തവണ സ്മൃതി ഇറാനി വീണ്ടും മത്സരത്തിന് ഇറങ്ങുന്നു. അവിടെ സ്മൃതി ഇറാനി മത്സരത്തിന് വരുമ്പോൾ മറുവശത്ത് വെല്ലുവിളി ഉയർത്താൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അവിടെ പ്രധാനമായും BJPയുടെ ഒരു പ്രചരണം എന്ന് പറയുന്നത് ഈ തോൽവി ഭയന്ന് രാഹുൽ അമേഠിയിട്ട് റായ്ബറേലിയിലേക്ക് ഒളിച്ചോടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ചർച്ചകൾ BJP തുറന്നുവിട്ട ഒരു സാഹചര്യം കൂടി നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ആവേശകരമായ പോരാട്ടം. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്നു, നെഹ്റു കുടുംബത്തിന്റെ കുത്തക മണ്ഡലമായിരുന്നു ഈ അമേഠിയും. പക്ഷേ ഇന്ന് അമേഠി കൈവിട്ടു പോയിരിക്കുന്നു. കഴിഞ്ഞ തവണ 55,000-ൽ പരം വോട്ടിന് അവിടെ സ്മൃതി ഇറാനി BJPയുടെ ജയിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി മറ്റു പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ UP-യെക്കുറിച്ച് പറയുമ്പോൾ ചർച്ചയാകുന്ന ഒരു മണ്ഡലം കൈസർഗഞ്ചാണ്. കാരണം ഈ കൈസർഗഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ കണ്ണീരിൻ്റെ കഥ നമുക്ക് പറയേണ്ടി വരും. നമ്മുടെ അഭിമാനം ലോകത്തിന് മുൻപിൽ ഉയർത്തിയ ഗുസ്തി താരങ്ങളുടെ കണ്ണുനീര് വീണ മണ്ണുകൂടിയാണ്. അവരെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ആക്ഷേപമുയർന്ന ബ്രിജ്ഭൂഷൺ ചരൺ സിംഗിൻ്റെ മണ്ഡലം. ഒടുവിൽ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഈ ബ്രിജ്ഭൂഷണെ BJP മാറ്റിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മകനായ
കരൺ ഭൂഷണാണ് അവിടെ സീറ്റ് നൽകിയിരിക്കുന്നത്. അതായത് ആരോപണമുയർന്ന അച്ഛനെ മാറ്റി പകരം മകന് സീറ്റ് കൊടുത്തിരിക്കുകയാണ് BJP നേതൃത്വം. ആ സീറ്റ് കൊടുക്കാൻ കാരണമുണ്ട്. കാരണം സീറ്റ് കൊടുത്തില്ലെങ്കിൽ അവിടെ ബ്രിജ്ഭൂഷണ് വലിയ സ്വാധീനമുണ്ടെന്ന് BJPക്ക് അറിയാം, തിരിച്ചടിയാകുമെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടും ഈ ബ്രിജ്ഭൂഷന്റെ മകനായ കരൺ ഭൂഷണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും അത്തരത്തിലൊരു കഥയാണ് നമുക്ക് ഈ കൈസർഗഞ്ചിൽ നിന്ന് പറയാൻ കഴിയുക. ഇനി മഹാരാഷ്ട്രയാണ്. അതായത് ഈ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 48 മണ്ഡലങ്ങൾ അവിടെയുണ്ട്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ശിവസേനയെ BJP പിളർത്തുന്നത് നമ്മൾ കണ്ടതാണ്. മഹാസഖ്യ സർക്കാരിനെ താഴെ വീഴ്ത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ വളരെ നിർണായകമാണ്. കാരണം യഥാർത്ഥ ശിവസേന ആരെന്ന് ഇത്തവണ ജനവിധിയിൽ ജനം തെളിയിക്കുമെന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ സഖ്യം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇത്തവണ മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഏതായാലും മഹാരാഷ്ട്രയിൽ മുംബൈ സൗത്തിൽ അരവിന്ദ് സാവന്ത് അവിടെ ശിവസേനയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ. ഇത്തവണ ശിവസേന നേട്ടമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഉദ്ധവ് വിഭാഗമാണ്. മറുവശത്ത് BJPയുടെ കൂടെയുള്ളത് NDA സഖ്യത്തിലുള്ളത് ഷിൻഡെ വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ ശിവസേനയെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ്, പ്രത്യേകിച്ചും ഉദ്ധവ് താക്കറെയെ സംബന്ധിച്ചും ഷിൻഡെയെ സംബന്ധിച്ചും. കാരണം രണ്ടുപേരുടെയും നിലനിൽപ്പിന്റെ കൂടി പോരാട്ടം തന്നെയാണ് ഇത്തവണ നമുക്ക് കാണാൻ കഴിയുക. ഏതായാലും ഇത്തവണ മഹാരാഷ്ട്രയിൽ നിന്ന് കൂടുതൽ MPമാരെ ലഭിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ. BJPയുടെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി റെയിൽവേ മന്ത്രിയായ പീയൂഷ് ഗോയൽ മുംബൈ നോർത്തിലാണ് മത്സരിക്കുന്നത്. പീയൂഷ് ഗോയൽ അപ്പോൾ അതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളായി നമുക്ക് മുംബൈയിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും മുംബൈയിൽ 48 ലോക്സഭാ മണ്ഡലങ്ങൾ, അതിൽ ഇത്തവണ കൂടുതൽ മണ്ഡലങ്ങൾ പിടിക്കാൻ കഴിയുമെന്ന്. കഴിഞ്ഞ തവണ BJPക്കായിരുന്നു ആധിപത്യം, പക്ഷേ ഇത്തവണ പിടിക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ. കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള മറ്റൊരു സംസ്ഥാനം നമ്മുടെ ഈ ഘട്ടത്തിലുള്ളത് അത് ബംഗാളാണ്. ബംഗാളിൽ നമുക്കറിയാം 42 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത്. പക്ഷേ ഇത്തവണ വലിയ ആത്മവിശ്വാസം അവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചുണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തവണ വലിയൊരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുകയാണ് അവിടെ ഇടതുസഖ്യം. തൃണമൂൽ കോൺഗ്രസിന്റെ ചീഫ് വിപ്പ് കല്യാൺ ബാനർജിക്കെതിരെ അവിടെ ദീപ്സിത ധർ CPIMന്റെ യുവ പോരാളി, SFIയുടെ യുവ പോരാളി ദീപ്ഷിത മത്സരിക്കുന്നു എന്നതാണ്. ശ്രീരാംപൂരിലാണ് മത്സരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ യുവമുഖങ്ങൾ ഒരുപാടുണ്ട് ബംഗാളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. വലിയ പോരാട്ട വീര്യം കാഴ്ചവെക്കുന്നു അവിടെ ഇടതുമുന്നണി. അത്തരത്തിലൊരു തിരിച്ചുവരവ് അവിടെ പ്രതീക്ഷിക്കുമ്പോൾ BJP വലിയ തിരിച്ചടി ഭയക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തൃണമൂൽ കോൺഗ്രസും അവിടെ ഇത്തവണ വലിയ വെല്ലുവിളികൾ നേരിടുന്നു എന്ന വസ്തുത കൂടി നമ്മുടെ മുൻപിലുണ്ട്. മഹാരാഷ്ട്രയിലും ഇനി ഈ 5ാം ഘട്ടത്തിനെ കുറിച്ച് പറയുമ്പോൾ മഹാരാഷ്ട്രയിലും ജമ്മു കശ്മീരിലും ഈ ഘട്ടത്തോടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മുടെ മുൻപിൽ ബാക്കിയുള്ളത് 2 ഘട്ടങ്ങൾ കൂടിയാണ്, 6-7 ഘട്ടങ്ങൾ. അപ്പോൾ നാളെ അടക്കം 163 മണ്ഡലങ്ങളാണ് ഈ ബൂത്തിലേക്ക് പോകാൻ ബാക്കിയുള്ളത്. നാളെ 49 കൂടി ബൂത്തിലേക്ക് പോകും. പിന്നീടുള്ള 2 ഘട്ടങ്ങളിലായി 114 മണ്ഡലങ്ങൾ കൂടി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതോടെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാവുകയും ചെയ്യും.